അടുത്തൊരു തിയറാണ്. അത് ഈ ഒരു നമ്പർ ഓഫ് സ്പാനിങ് ട്രീനെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ്. ഇഫ് ഇ ഈസ് നോട്ട് എ ലൂപ്പ് ഓഫ് ജി, ഇ എന്ന് പറയുന്ന എഡ്ജ് എന്താണ്? ഒരു ലൂപ്പ് അല്ലാത്ത ഒരു ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുക ഇ. ദെൻ ടോ ഓഫ് ജി ഈക്വൽ ടു ടോ ഓഫ് ജി മൈനസ് വൺ പ്ലസ് ടോ ഓഫ് ജി ഡോട്ട് ഇ. അതായത് എന്താണ്? ഇതിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോട്ടൽ സ്പാനിങ് ട്രീയുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ടോ ഓഫ് ജി മൈനസ് ഇ, അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് ഇ എന്ന് പറയുന്ന എഡ്ജ് അങ്ങ് റിമൂവ് ചെയ്യാം. അങ്ങനെ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ അതിൽ എത്ര സ്പാനിങ് ട്രീ ഉണ്ടോ അതിന്റെ എണ്ണം പ്ലസ് ടോ ഓഫ് ജി ഡോട്ട് ഇ, അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് ഇ എന്ന് പറഞ്ഞ എഡ്ജ് കോൺട്രാക്ട് ചെയ്യാം. അങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫിന്റെ സ്പാനിങ് ട്രീന്റെ എണ്ണം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോ ഓഫ് ജി കിട്ടും. എന്താണ് ഇതിന്റെ ഈ ഒരു റിസൾട്ടിന്റെ നമുക്ക് ബെനിഫിറ്റ്? നിങ്ങൾ ആലോചിച്ച്, ഇത് നമുക്കിങ്ങനെ ഇപ്പോൾ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഗ്രാഫ് ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ജി മൈനസ് ഇയും ഒന്ന് ജി ഡോട്ട് ഇയും. ഇനി ഈ ഒരു ജി മൈനസ് ഇനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ജി മൈനസ് ഇ മൈനസ് ഇ വൺ, അതായത് ജി മൈനസ് ഇന്ന് ഒരു ഇ വൺ എന്ന് പറയുന്ന അടുത്തൊരു എഡ്ജും കൂടെ സെപ്പറേറ്റ് ചെയ്യുക. അടുത്ത എന്താണ്? ജി മൈനസ് ഇ ഡോട്ട് ഇ വൺ. അപ്പൊ ഇത് വീണ്ടും രണ്ടായിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിനെയും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വീണ്ടും ഇവിടെയുള്ള ഓരോ രണ്ട് ഗ്രാഫിനെയും നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗ്രാഫായിട്ട്, അതായത് നമുക്ക് അതിന്റെ സ്പാനിങ് ട്രീസ് നമുക്ക് എണ്ണാൻ പറ്റുന്ന, അതായത് ഇത് കണ്ട ഈ ഗ്രാഫുകളിലൊക്കെ നമുക്ക് എന്താണ്? അതിന്റെ സ്പാനിങ് ട്രീ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ട്രീ ഗ്രാഫുകളായിട്ട് ഇതിനെ മാറ്റുക. എന്നിട്ട് ടോട്ടൽ അതിന്റെ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം ഇതിന്റെ ഒക്കെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രൂഫിന്റെ രീതി. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ റിസൾട്ടിന്റെ മീനിങ്? അതാണ്. ഇനി എങ്ങനെയാണ് ഈ റിസൾട്ട് എന്നുള്ളതും കൂടെ പ്രൂവ് ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു എക്സാമ്പിളും നോക്കാം. അപ്പോൾ ലെറ്റ് ഇ ബി എനി എഡ്ജ് ഓഫ് ജി ദാറ്റ് ഈസ് നോട്ട് എ ലൂപ്പ്. അതാണ് നമ്മുടെ അസംഷൻ. ഇ എന്ന് പറയുന്നത് ഒരു എഡ്ജ് ആണ്, പക്ഷെ അതെന്തല്ല, ഒരു ലൂപ്പ് അല്ലാത്ത ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുക. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തു. എന്നിട്ട് ടോ ഓഫ് ജി ഇസ് ദ സം ഓഫ് ദ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ്. അതാണ് ടോ ഓഫ് ജി എന്ന് പറയുന്ന നൊട്ടേഷൻ. ടോ ഓഫ് ജി ഇസ് ദി സം ഓഫ് നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ജി കണ്ടെയ്നിങ് ഇ, അല്ലെ? ആ ഇ എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യുന്ന ആൻഡ് ദ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ജി നോട്ട് കണ്ടെയ്നിങ് ഇ. അപ്പൊ ഈ ടോ ഓഫ് ജി എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? രണ്ടാക്കിയിട്ട് എഴുതാൻ പറ്റും. കാരണം എന്താ? ടോ ഓഫ് ജി ഇസ് ദി സം ഓഫ് ദി നമ്പർ ഓഫ് സ്പാനിങ് ട്രീ ഓഫ് ജി കണ്ടെയ്നിങ് ഇ. ഇ എന്ന് പറയുന്നത് ടോ ഓഫ് ജി നമ്മൾ എന്തായിട്ടാ ചെയ്യാവുന്നത്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അതിനെ രണ്ട് സം ആയിട്ട് എഴുതാൻ പറ്റും. ഒന്നെന്താണ്? സം ഓഫ് നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ജി കണ്ടെയ്നിങ് ഇ, അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ഒരു എഡ്ജ് ആണല്ലോ ഇ എന്ന് പറയുന്നത് ഒരു എഡ്ജ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക, അതിന്റെ സ്പാനിങ് ട്രീ മുഴുവൻ കൺസിഡർ ചെയ്യുക. അപ്പൊ അതിലെ ആ സ്പാനിങ് ട്രീസിനെ ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഇപ്പൊ ഈ ഒരു ഗ്രാഫ്, ഇതിന്റെ 4 സ്പാനിങ് ട്രീ ഉണ്ട്. ഇത് 4ഉം കൺസിഡർ ചെയ്തു. ഇതിന്റെ ഒരു എഡ്ജ് ആണ് എന്ത്? ഇ എന്ന് പറയുന്നത്. സപ്പോസ് ഇതാണ് ഈ ഒരു എഡ്ജ് എന്ന് വെക്കുക. ഈ എഡ്ജ് ആണ് നമ്മൾ ഇ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. എങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? അതിൽ ഒന്നെന്താണ്? സം ഓഫ് ദി നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ജി കണ്ടെയ്നിങ് ഇ. ഈ ഇ എന്ന് പറയുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന സ്പാനിങ് ട്രീയുടെ എണ്ണം. അത് ഏതൊക്കെ വരിക? ഇവിടെ ഇ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഗ്രാഫിൽ ഇ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, ഈ ഗ്രാഫിലും ഇ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഗ്രാഫിലും ഇ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ എണ്ണം പ്ലസ് അടുത്തത് എന്താണ്? നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ജി നോട്ട് കണ്ടെയ്നിങ് ഇ. ഇ എന്ന് പറയുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്യാത്ത സ്പാനിങ് ട്രീ. ഈ ഒരു കേസിൽ എന്തേ ഉള്ളൂ? ഒറ്റൊന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു പാർട്ടീഷൻ ആയിട്ട് രണ്ടായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഇത് പറയുന്നത്? ഈ ടോ ഓഫ് ജി എന്ന് പറയുന്ന സാധനത്തിനെ, അതായത് നമ്പർ ഓഫ് സ്പാനിങ് ട്രീസിനെ നമുക്ക് രണ്ട് സെറ്റുകളുടെ രണ്ട് എണ്ണത്തിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. അതിലൊന്നെന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇ എന്ന് പറയുന്ന എഡ്ജ്, ആ എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന നമ്പർ സ്പാനിങ് ട്രീസ്, അതിന്റെ എണ്ണം. പിന്നെയോ ഇ എന്ന് പറയുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്യാത്ത സ്പാനിങ് ട്രീയുടെ എണ്ണം. അതിപ്പോ ഈ ഒരു ഗ്രാഫിലായതുകൊണ്ട് എന്തേ ഉള്ളൂ? ഈ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരൊറ്റ സ്പാനിങ് ട്രീ ഉള്ളൂ. കുറച്ചും കൂടെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇത് ഒന്ന് കൂടുതൽ ഉണ്ടാവാം. അപ്പൊ എത്ര ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം സ്പാനിങ് ട്രീസ് പോസിബിൾ ആയിട്ട് എല്ലാ
സ്പാനിങ് ട്രീസും എടുത്തു കഴിഞ്ഞാൽ ആ സ്പാനിങ് ട്രീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇ എന്ന് പറയുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സ്പാനിങ് ട്രീ, വേറൊന്ന് ഇ എന്ന് പറയുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്യാത്ത സ്പാനിങ് ട്രീ. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ടോ ഓഫ് ജി, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്പാനിങ് ട്രീനെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആ ഒരു സം എന്താണ്? ഈ രണ്ട് സാധനങ്ങളും ഇത് രണ്ടിനോട് ഈക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ രണ്ട് സം പറഞ്ഞതിൽ ഒരു സാധനം ഇതിനോട് ഈക്വൽ ആണ്, അടുത്ത നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഇതിനോട് ഈക്വൽ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ജി മൈനസ് ഇ അല്ലെ, ജി എന്താണ്? വെർട്ടെക്സിന്റെ സെറ്റ് വി ഓഫ് ജി മൈനസ് ഇ. അത് എപ്പോഴും എന്തിനോട് ഈക്വൽ ആവും? വി ഓഫ് ജിക്ക് ഈക്വൽ ആവും. നിങ്ങൾ നോക്കുക, അങ്ങനെയല്ലേ നമ്മൾ സ്പാനിങ് ട്രീ ഉണ്ടാക്കുക. ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിലെ നമ്പർ ഓഫ് വെർട്ടിസസും സ്പാനിങ് ട്രീയിലെ നമ്പർ ഓഫ് വെർട്ടിസസും എപ്പോഴും എന്താവും? വെർട്ടിസസിന്റെ എണ്ണം എപ്പോഴും സെയിം ആവും. അപ്പം വി ഓഫ് വെർട്ടിസസ് ഓഫ് ജി മൈനസ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ഒരു എഡ്ജ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഒഴിവാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വെർട്ടെക്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? ജിന്റെ വെർട്ടെക്സിന്റെ എണ്ണം തന്നെ ആയിരിക്കും അല്ലെ? അത് അതിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്താ? രണ്ട് വെർട്ടെക്സ് സെയിം ആണ്. അതായത് എവരി സ്പാനിങ് ട്രീ ഓഫ് ജി മൈനസ് ഇ ഈസ് എ സ്പാനിങ് ട്രീ ഓഫ് ജി നോട്ട് കണ്ടെയ്നിങ് ഇ. ശരിയല്ലേ? കാരണം എന്താ? നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഈ ഒരു ഗ്രാഫ് എടുക്കുക. ഈ ഒരു ഗ്രാഫിന് ഒരൊറ്റ സ്പാനിങ് ട്രീ ഉള്ളൂ. അതെന്താണ്? ഇത് തന്നെയാണ്. സോറി, ഈ ഒരു ഇത് തന്നെയാണ് അല്ലെ? അതുപോലെ ഈ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഇതിലെ ഈ ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്തു വെക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഗ്രാഫ് ഉണ്ടല്ലോ, അതായത് ജി മൈനസ് ഇ ടു എന്ന് പറയുന്ന ഗ്രാഫ്, ജി മൈനസ് ഇ ടു ആണ് നമ്മൾ ഇവിടെ റിമൂവ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു സ്പാനിങ് ട്രീ എടുക്കുക. ജി മൈനസ് ഇ ടുവിന്റെ ഒരു സ്പാനിങ് ട്രീ ആണെന്ത്? ഇത് ജി മൈനസ് ഇ ടുവിന്റെ ഒരു സ്പാനിങ് ട്രീ ആണ്. ഇത് ജിന്റെ സ്പാനിങ് ട്രീ ആണല്ലോ. ഈ എഡ്ജ് ഇല്ലെങ്കിലും അതൊരു സ്പാനിങ് ട്രീ ആണ്. ഇനി വേറെ ഒരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യാം. ഈ യെല്ലോ കളർ കൊണ്ട് മാർക്ക് ചെയ്തത് ഇതൊരു സ്പാനിങ് ട്രീ ആണ്. അത് ജിയുടെ ഒരു സ്പാനിങ് ട്രീ ആണ്. അപ്പൊ എന്താണ്? ജി മൈനസ് ഇ ഈക്വൽ ടു വി ഓഫ് ജി എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? എവരി സ്പാനിങ് ട്രീ ഓഫ് ജി മൈനസ് ഇ. ഈ ഒരു ജി മൈനസ് ഇയുടെ സ്പാനിങ് ട്രീ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന്റെ സ്പാനിങ് ട്രീ ആവും? വി ഓഫ് ജിന്റെ സ്പാനിങ് ട്രീ ആവും. പക്ഷെ തിരിച്ച് ശരിയാവണമെന്നുണ്ടോ? നിർബന്ധമില്ല. കാരണം എന്താ? വി ഓഫ് ജിയിൽ ഇ എന്ന് പറയുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. ആ എഡ്ജ് ഉള്ള ഒരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിന്റെ സ്പാനിങ് ട്രീ അല്ല? വി ഓഫ് ജി മൈനസ് ഇന്റെ സ്പാനിങ് ട്രീ അല്ല. പക്ഷെ തിരിച്ച് ശരിയാണ്. എന്താണ്? വി ഓഫ് ജി മൈനസ് ഇയുടെ സ്പാനിങ് ട്രീകളൊക്കെ എന്താവും? വി ഓഫ് ജിന്റെ സ്പാനിങ് ട്രീ ആവും അല്ലെ? അപ്പൊ ഇതിന്റെ ഈ ഒരു പാർട്ട് എന്താണ്? വി ഓഫ് ജി മൈനസ് ഇ ഈക്വൽ ടു വി ഓഫ് ജി എന്ന് പറഞ്ഞാൽ എവരി സ്പാനിങ് ട്രീ ഓഫ് ജി മൈനസ് ഇ ഈസ് എ സ്പാനിങ് ട്രീ ഓഫ് ജി നോട്ട് കണ്ടെയ്നിങ് ഇ എന്ന് കിട്ടും. തിരിച്ചെടുത്തു കഴിഞ്ഞാലോ, എനി സ്പാനിങ് ട്രീ ഓഫ് ജി ഫോർ വിച്ച് ഇ ഈസ് നോട്ട് ആൻ എഡ്ജ് ഈസ് ഓൾസോ എ സ്പാനിങ് ട്രീ ഓഫ് ജി മൈനസ് ഇ. അത് ശരിയല്ലേ? കാരണം ഇവിടുത്തെ ഏത് സ്പാനിങ് ട്രീ എടുത്തു കഴിഞ്ഞാലും അത് ഇവിടുത്തെ സ്പാനിങ് ട്രീ ആവണമെന്നില്ല. കാരണം എന്താണ്? ഇവിടെ ഈ ഉള്ള ഒരു എഡ്ജ് ഉള്ള ഒരു സ്പാനിങ് ട്രീ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ഇവിടുത്തെ സ്പാനിങ് ട്രീ ആവില്ല. പക്ഷെ ഈ വി ഓഫ് ജിയിലെ ഇ എന്ന് പറയുന്നത് വെർട്ടെക്സ് കണ്ടെയ്ൻ ചെയ്യാത്ത ഏത് സ്പാനിങ് ട്രീ എടുത്തു കഴിഞ്ഞാലും അതെന്താവും? ജി മൈനസ് ഇയിലെ ഒരു സ്പാനിങ് ട്രീ ആവും. അതാണല്ലോ അതിന്റെ കോൺവേഴ്സ് വരിക. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹെൻസ് ദ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ജി നോട്ട് കണ്ടെയ്നിങ് ഇ ഈസ് പ്രിസൈസ്ലി ദ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ജി മൈനസ് ഇ. അതെന്താണ്? നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ജി, ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ, ഈ കണ്ടെയ്ൻ ചെയ്യാത്ത സ്പാനിങ് ട്രീസിന്റെ എണ്ണവും വി ഓഫ് ജി മൈനസ് ഇന്റെ സ്പാനിങ് ട്രീന്റെ എണ്ണം എന്താണ്? സെയിം ആണ്. അതായത് ടോ ഓഫ് ജി മൈനസ് ഇ. ശരിയല്ലേ? അപ്പൊ എന്താണ്? ടോ ഓഫ് ജി മൈനസ് ഇ, അതായത് ജി മൈനസ് ഇന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ അത് എന്തിന് ഈക്വൽ ആണ്? ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഇ എന്ന് പറയുന്ന വെർട്ടെക്സ് കണ്ടെയ്ൻ ചെയ്യാത്ത സ്പാനിങ് ട്രീകളുടെ എണ്ണത്തിനോട് ഈക്വൽ ആണ്. അപ്പൊ ഇതിലൊരു സ്റ്റേറ്റ്മെന്റ് എന്താണ് നമുക്ക് കിട്ടി? ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു. ഒന്ന് നമ്പർ ഓഫ് ട്രീസ് ഓഫ് ജി കണ്ടെയ്നിങ് ഇ ആൻഡ് നമ്പർ ഓഫ് ട്രീസ് ഓഫ് ജി നോട്ട് കണ്ടെയ്നിങ് ഇ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഹെൻസ് ദ സ്പാനിങ് ട്രീസ് ഓഫ് ജി നോട്ട് കണ്ടെയ്നിങ് ഇ എന്ന് പറയുന്നത് എന്താണ്? ടോ ഓഫ് ജി മൈനസ് ഇ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് മറ്റേ പാർട്ട് എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ടോ ഓഫ് ജി ഡോട്ട് ഇനോട് ഈക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതെങ്ങനെയാ പ്രൂവ് ചെയ്യാം? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ് ടി ബി എ സ്പാനിങ് ട്രീ ഓഫ് ജി കണ്ടെയ്നിങ് ഇ. ടി എന്ന് പറയുന്ന ഒരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യാം. അതെന്താണ്? കണ്ടെയ്നിങ് ഇ. ഇ എന്ന് പറയുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്പാനിങ് ട്രീ കണ്ടെയ്ൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? കോൺട്രാക്ഷൻ ഓഫ് ഇ ഇൻ ബോത്ത് ടി ആൻഡ് ജി റിസൾട്ട്സ് ഇൻ എ സ്പാനിങ് ട്രീ ടി ഡോട്ട് ഇ ഓഫ് ജി ഡോട്ട് ഇ. അതെന്താ പറയുന്നത്?
ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാവും. ഇത് ജി എന്ന് പറയുന്ന ഗ്രാഫാണ്. ഇത് ജി ഡോട്ട് ഇ ആണ്. കാരണം എന്താ, ഇ എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സ്, സോറി ഈ ഒരു എഡ്ജ് ഇത് കോൺട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ഒരു വെർട്ടെക്സും ഈ രണ്ട് വെർട്ടെക്സുകൾ ഒന്നായിട്ട് മാറും, സെയിം ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നിന്നുള്ള ജി എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സ് ഇവിടെ തന്നെ ഉണ്ടാവും. ഈ രണ്ട് വെർട്ടെക്സുകളും കൂടെ ഒരു സെയിം വെർട്ടെക്സ്, ഈ രണ്ട് എഡ്ജും കൂടെ ഒരു സെയിം എഡ്ജിലേക്ക് മാറും. ഇതാണ് ജി ഡോട്ട് ഇ വരിക. ഇനി ഈ ജിന്റെ ഒരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യുക. ഇതല്ലേ ജിന്റെ ഒരു സ്പാനിങ് ട്രീ. ഈ ജി ഡോട്ട് ഇയുടെ ഒരു സ്പാനിങ് ട്രീയോ ഇതാണ്. അപ്പൊ എന്താണ്, ഈ ഒരു ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ ഇതെന്തായിട്ട് വരും, ഇതിന്റെ ജിയുടെ ഒരു സ്പാനിങ് ട്രീ ആണ് ടി, ജി ഡോട്ട് ഇയുടെ ഒരു സ്പാനിങ് ട്രീ ആണ് ഇത്. ശരിയാണല്ലോ. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു. ടി ഈസ് എ സ്പാനിങ് ട്രീ ഓഫ് ജി കണ്ടെയ്നിങ് ഇ. കോൺട്രാക്ഷൻ ഓഫ് ഇ ഇൻ ബോത്ത് ടി ആൻഡ് ജി റിസൾട്ട്സ് ഇൻ എ സ്പാനിങ് ട്രീ ടി ഡോട്ട് ഇ ഓഫ് ജി ഡോട്ട് ഇ. അല്ലെ, ഇതാണ് നമ്മുടെ ജി ഡോട്ട് ഇ. ജി ഡോട്ട് ഇ. അപ്പൊ ജിയുടെ ഒരു സ്പാനിങ് ട്രീ ആണ് ടി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, ജി ഡോട്ട് ഇയുടെ ഒരു സ്പാനിങ് ട്രീ ആയിട്ട് എന്ത് വരും, ടി ഡോട്ട് ഇ വരും. ജിന്റെ സ്പാനിങ് ട്രീ ആണ് ടി, ജി ഡോട്ട് ഇന്റെ സ്പാനിങ് ട്രീ ആണ് ടി ഡോട്ട് ഇ. അപ്പൊ ഇതങ്ങനെ ജിന്റെ ഒരു സ്പാനിങ് ട്രീ ആയിട്ടാണ് ടി വന്നത്. അപ്പൊ ഈ ജി എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ചെയ്തിട്ട് കിട്ടിയതാണ് ഇ എന്ന് പറയുന്ന ജി ഡോട്ട് ഇ എന്ന് പറയുന്ന സാധനം. അതേ എഡ്ജ് ടി എന്ന് പറയുന്ന സ്പാനിങ് ട്രീയിൽ ഇതേ എഡ്ജ് ഇ കോൺട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ടി ഡോട്ട് ഇ കിട്ടും. അപ്പൊ ഇതിന്റെ സ്പാനിങ് ട്രീ ആയിട്ട് എന്ത് വരും, ഇത് വരും. അതുപോലെ തിരിച്ച് ആണെങ്കിലോ, തിരിച്ച് കൺസിഡർ ചെയ്യാം. ടി നോട്ട് ഈസ് എ സ്പാനിങ് ട്രീ ഓഫ് ജി, ജി ഡോട്ട് ഇ. ഈ ജി ഡോട്ട് ഇ എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഇതിന്റെ ഒരു സ്പാനിങ് ട്രീ ആണെന്ത്, ടി നോട്ട്. There exists a unique spanning tree T of G containing E such that T dot E equal to T naught. ഇതിന്റെ ജസ്റ്റ് കോൺവേഴ്സ് പാർട്ട് എടുത്തു എന്നുള്ളൂ, അങ്ങനെ ഒരു സാധനം അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, thus the number of spanning trees of G containing E is എന്താണ്, G dot E ആണെന്ന് കിട്ടും. G dot E യിൽ എത്ര സ്പാനിങ് ട്രീസ് ഉണ്ടാവും, ഈ G dot E യുടെ സ്പാനിങ് ട്രീകൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും എന്ത്, നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് G containing E എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ടി ഓഫ് ജിനെ രണ്ടിന്റെയും കൂടെ സമ്മായിട്ട് എഴുതാൻ പറ്റും. ഇതാണ് ഈ ഒരു തിയറം പറയുന്നത്, അതിന്റെ പ്രൂഫും. ശരിക്കും ഒന്നും കൂടെ വായിച്ചു നോക്കുക, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു തിയറം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.